ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും വീൽ ബേസ് വിത്ത് അജയൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റൈഡ് മുനീശ്വരൻ കുന്നിലേക്കാണ്. സോ നമ്മൾക്ക് മുനീശ്വരൻ കുന്നിൻ്റെ ഓൾമോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. നല്ല ഓഫ് റോഡ് റൈഡാണ്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നല്ല ഓഫ് റോഡാണ്, വഴി ഭയങ്കര ഷോക്കാണ് കേട്ടോ. പക്ഷേ വ്യൂ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ നമ്മുടെ ഹൈനസിനെ ഇതൊന്നുമല്ല. ഇവൻ നമ്മുടെ ഹൈദരാബാദിലുള്ള ഒട്ടുമിക്ക എല്ലാ ഓഫ് റോഡുകളും കുന്നും മലയും കയറിയതാണ്. അന്ന് നമുക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നുണ്ട്. ഹൈദരാബാദ് സീരീസിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് യൂട്യൂബിൽ നിന്നൊരു ആഗ്രഹവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ആക്കാത്തത് കൊണ്ട് നമ്മളൊന്ന് ഉപേക്ഷിച്ചാണ്. സോ ബട്ട് ഹിയർ ഇത് നല്ല അടിപൊളി റൈഡാണ്. മാപ്പ് കാണിക്കുന്ന വഴി കൂടെ പോകുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും. അയ്യോ പെട്ടു, സീൻ ഗൈസ്. വഴി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി എങ്ങോട്ട് പോകുന്നൊരടിയില്ല, ഒരു ഐഡിയ ഇല്ല. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വഴി നിന്നിട്ടുണ്ട്. ടു വേർ വി വിൽ ഗോ. മാപ്പ് നേരെ പോകാനാണ് പറയണേ. ഇതാണ് നെവർ ട്രസ്റ്റ് ഗൂഗിൾ മാപ്പ് എന്ന് പറയത്തില്ലേ. സോ നമുക്ക് എന്തായാലും ഇവിടെ തിരിക്കാം. ഇവിടെ തിരിച്ച് വേറൊരു വഴി കണ്ടുപിടിക്കണം. വേറെ എങ്ങോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ. ഓക്കെ, വിൽ ഗോ ഡൗൺ സൈഡ്. എന്തായാലും താഴോട്ട് തിരിച്ചിറങ്ങാം. എന്നിട്ട് വഴി കാണുന്ന ആരുടെയും വഴി ചോദിക്കാം. വേറെ ഓപ്ഷനില്ല. അവിടെ കുന്നും മലയും കയറാനുള്ള ഓപ്ഷനൊന്നും. ഓക്കെ, നോക്കാം എന്തായാലും താഴോട്ട് പോയിട്ട് എന്താ അവസ്ഥ എന്ന്. ഇതാണ് ഗൂഗിൾ മാപ്പിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളൊരു വഴിക്ക് ഇറങ്ങിയുള്ള പ്രശ്നം ഇതാണ്. എനിക്ക് ചേച്ചിനോട് ചോദിച്ചോക്കിയാലോ അങ്ങോട്ടാ പോകാമെന്ന്. ചേച്ചി, മുനീശ്വരൻ കുന്നൊന്ന് വഴി ഏതാ? അപ്പുറത്തെന്നാ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു ചേച്ചി. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പൊന്നോട് പോയി മാപ്പിനെ വിശ്വസിച്ച് വഴിക്കിറങ്ങിയുള്ള അവസ്ഥ ഇതാണ്. ബട്ട് ചില സമയത്ത് സംഭവം ഓക്കെ ആയിരിക്കും കേട്ടോ. ആള് പക്ക സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ചില സമയത്ത് ഇങ്ങനത്തെ ചില മണ്ടത്തരങ്ങളുണ്ടാവും. എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് എങ്ങനെയാണ്. വഴിയൊക്കെ കൊള്ളാം. റോഡ്സ് ആർ ഗുഡ്. ഇതിൻ്റെ സീനറി അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള റൈഡ്. ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കയറ്റമാണേ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മുടെ വണ്ടി ഹൈനസ് ബ്ലാക്കി. ഇവൻ്റെ പേര് ബ്ലാക്കി എന്നാണേ. സംഭവം അടിപൊളിയാണ് വണ്ടി, ഒന്നും പറയാനില്ല. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ സോളോ റൈഡിങ്ങിൽ ഇത്രയും കംഫർട്ടബിളായ ഒരു വണ്ടി വേറെ ഞാൻ ഓടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ട്, 40 എബോവ് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സസ്പെൻഷൻ, നല്ല റൈഡിങ് കംഫർട്ട്, അടിപൊളിയാണ് വണ്ടി. അങ്ങനത്തെ ഒരു വണ്ടി എടുത്ത് നമ്മളിങ്ങനത്തെ ഓഫ് റോഡൊക്കെ പോയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ഹൈദരാബാദത്തെ ഒട്ടുമിക്ക എല്ലാ വഴി ഇവൻ കവർ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഓഫ് റോഡ്സും ഇവൻ ഓടിച്ച് കയറി പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാനുണ്ടല്ലോ. ഒരു ഡ്രോബാക്ക് പില്യൺ റൈഡറിനായിരിക്കും. പില്യണെ വെച്ചിട്ട് നമുക്ക് ലോങ് റൈഡ് പോയാൽ നല്ല ബാക്ക് പെയിൻ വരും. പില്യണം വരും, നമുക്കും വരും. അതുപോലെ തന്നെ ഒരു വലിവൊക്കെ വലിഞ്ഞ് കയറണമെങ്കിൽ വലിഞ്ഞ് കയറും. ഫസ്റ്റിലിട്ട ആൾ എവിടെ വേണമെങ്കിലും വലിഞ്ഞ് കയറും. പക്ഷേ പില്യൺ വെച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് എന്തായാലും പോയി അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് എൻട്രിയും കാര്യങ്ങളെന്നൊക്കെ. ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് നിരക്കുണ്ട് ഇവിടെ. 60 രൂപ നമ്മൾ GPay ചെയ്യണം. ക്യാഷ് ഇവിടെ അലൗഡ് അല്ല. ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ അതൊരു ഡ്രോബാക്ക് ആണ് കേട്ടോ. കാരണം ചിലപ്പം സിഗ്നൽ ഇല്ല, കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലേ ക്യാഷും കൂടെ അവർ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ റൈഡ്, കുറേ നേരത്തെ യാത്ര, എല്ലാത്തിനും ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനായ മുനീശ്വരൻ കുന്നിന് മുകളിലെത്തിയിരിക്കുകയാണ്. കുറേ കാലമായിട്ട് വിറ്റാമിൻ ഡി ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് വിറ്റാമിൻ ഡി ഉള്ള ഇപ്പോൾ. നല്ല വെയിലാണ്. പക്ഷെ അത്ര ചൂടില്ല കേട്ടോ. നമ്മുടെ കണ്ണൂരൊക്കെ ഈ വെയിലത്ത് നമ്മൾ നിൽക്കുവാണെങ്കിൽ കരിഞ്ഞു പോകും. വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. സോ ഇറ്റ്സ് ഓക്കെ. ഈ ടെന്റ് ഹൗസ് ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ബാത്റൂംസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ക്ലോസറ്റുകളൊക്കെ കാണാൻ എന്തായാലും ഉണ്ടല്ലേ. സോ അറ്റ്ലീസ്റ്റ് ദേ കുഡ് അതൊന്ന് പ്രോപ്പറായി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ, അല്ലേ ഇതൊന്ന് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെന്നറിയോ. ഇതിൻ്റെ സർക്കാർ സംവിധാനങ്ങളുടെ തന്നെ ഒരു പോരായ്മയാണ്. നല്ല വൃത്തിക്ക് കൊണ്ടുപോകേണ്ട കുറേ കാര്യങ്ങൾ അവർ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കണ്ണൂര് പാലക്കയം തട്ട് അവർ ഭയങ്കര കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന പരിപാടിയായിരുന്നു. അവരുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളും അവിടുത്തെ ടൂറിസത്തിന്റെ പ്രൊമോഷൻസിനൊക്കെ ആയിട്ട് നൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഒരിടയ്ക്ക് അടിപൊളിയായിട്ട് പാലക്കയം തട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റിയ ആരും അവിടെയില്ല. ഇപ്പൊ അവിടെ നടക്കുന്നത് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പാലക്കാടിലേക്ക് പോയി നോക്കണം, എന്ത് ദയനീയം എന്നറിയാം എന്റെ അവസ്ഥ. ആ ബെഞ്ചുകളായാലും അവിടെ നിർമ്മിച്ച ടെന്റുകളായാലും അവിടുത്തെ പല കഫേസ് ആയാലും അതുപോലെ സ്റ്റോർസ് ആയാലും എല്ലാം പരിതാപകർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങേയറ്റം പരിതാപകരാണ്. അതിനൊരു റിനോവേഷൻ ചെയ്ത് അതിന് മുമ്പോട്ട് കൊണ്ടുവരാനോ അതുപോലെ തന്നെ അത് കാരണം ഒരു സംതിങ് എനിക്കൊന്ന് 50 രൂപ 100 രൂപ ടിക്കറ്റ് ഉണ്ട് പാലക്കാടിന്റെ ടെൻഡർ ചെയ്യാനുള്ള ടിക്കറ്റ്. ആ ടിക്കറ്റ് അടച്ച് നമ്മൾ അകത്ത് കയറുമ്പോൾ അതിനുള്ള എന്തെങ്കിലും അവിടുന്ന് വരണ്ടേ. അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു സാധനം കൊണ്ടുവന്നാല് അതേപോലെ തന്നെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ വലിയൊരു പോരായ്മയാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ പഴശ്ശി ഡാമുണ്ട് കണ്ണൂരുള്ള. നിങ്ങൾ അവിടെ വന്നാലും അറിയാം പഴശ്ശി ഡാമിന്റെ അവസ്ഥയും അത്രയ്ക്ക് ശോചനീയമാണ്. സർക്കാരെല്ലാം കൊട്ടിഘോഷിച്ച ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും, പക്ഷെ അവർ നടത്തിക്കൊണ്ട് പോകത്തില്ല. ഇവർ എൻട്രി പാസ് വെച്ച് കയറുമ്പോഴായാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ അതിന് ഇവരെന്തെങ്കിലും വഴി കണ്ടേ മതിയാകത്തുള്ളൂ. നല്ല കാറ്റുണ്ട്, വെയിലല്ല, പക്ഷെ നമ്മൾ വല്ലാണ്ട് ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്, തളരുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. കാരണം എപ്പോഴും അങ്ങനെ നടക്കാറില്ല, കാര്യങ്ങൾ ചെയ്യാറില്ലാത്തല്ലേ. സ്ഥിരം നമ്മൾ നടന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. വർക്കിന്റെ അതില് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറേ ഇല്ല, ഒന്നും ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല. സോ ഇടയ്ക്ക് ഇങ്ങനത്തെ ട്രെക്കിംഗ് ഒക്കെ നല്ലതാണ്. എനിക്ക് അടുത്തൊരു ഡ്രീം സ്പോട്ട് ഉണ്ട്, നമ്മുടെ റാണിപുരം, കാസർഗോഡ് റാണിപുരം. ഞാൻ 2016 പോയതാണ്. അതിനുശേഷം എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. KCYMന്റെ വക ഒരു കോടമഞ്ഞ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ ക്യാമ്പിന്റെ ഇതുവരെ പോയതാണ്. ബട്ട് ദാറ്റ് ട്രിപ്പ് വാസ് ഓസം ആൻഡ് ദ ബെസ്റ്റ് എന്ന് പറയാലോ. അങ്ങനത്തെ ഒരു ക്യാമ്പായിരുന്നു. സോ ഒന്നും കൂടെ റാണിപുരത്ത് പോയി അതിന്റെ ആ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാനെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ ദിസ് മന്ത് ഓർ നെക്സ്റ്റ് മന്ത് നമുക്ക് പോകണം റാണിപുരത്തേക്ക്. സോ ഇവിടുത്തെ ഒരു കാവാന്ന് തോന്നുന്നു, ഒരു ഉണങ്ങിയ മരം കണ്ടോ, ഓൾമോസ്റ്റ് ഓപ്പല്ലേ. പക്ഷെ ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്, ആൾക്കാർ പൈസയൊക്കെ ഇട്ട് നേർച്ച ഇടുന്നുണ്ട്. സോ മൈറ്റ് ബി സം വർഷിപ്പ് പ്ലേസസ്. ഞാൻ ഈ ടൂറിസ്റ്റ് മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞു. സോ സർക്കാരിന് അത് നോക്കിയെടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ബെറ്റർ ടു ഗിവ് ടു സം പ്രൈവറ്റ് ഏജൻസീസ്. ഇതാകുമ്പോൾ അവരത് നോക്കി നടത്തിക്കോളും പ്രത്യേക അതിൻ്റെതായ പ്രോപ്പർ വേസിൽ എന്നാണ് എന്തുകൊണ്ടും ബെറ്റർ. അല്ലാണ്ട് ഇതേപോലെ ഒരു സാധനം കോടികൾ മുടക്കി ഒരു പണിയും എല്ലാ കാര്യങ്ങളും എല്ലാ പരസ്യവും എല്ലാം കൊടുത്ത് കുറച്ചധികം കോടികൾ മുടക്കും. അതിലൊരു 60% അവര് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ബാക്കി 40% ഇവരുടെ പോക്കറ്റിലോട്ട് പോകും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും കേട്ടോ. 40% ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉപകാരപ്പെടുത്തും, ബാക്കി 60% അവരവരുടെ പോക്കറ്റിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊന്നും മുമ്പോട്ട് വിജയമായി പോകുന്നതിന്റെ മെയിൻ കാരണം അത് തന്നെയാണ്. എന്തായാലും കൊള്ളാം. മുനീശ്വരൻ കുന്ന് അതിന്റെ ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ്. തളർന്നു, ശരിക്കും തളർന്നു. അയ്യോ, ഒന്നാമത് നട്ടുവെച്ച നേരത്തെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്പോട്ട് കേട്ടോ. കാരണം ഇഷ്ടംപോലെ സല്ലപിക്കാനും കൊഞ്ചാനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട്. അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ചധികം സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് നട്ടുവെച്ച നേരത്തെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്പോട്ട് കേട്ടോ. കാരണം ഇഷ്ടംപോലെ സല്ലപിക്കാനും കൊഞ്ചാനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട്. അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ചധികം സ്ഥലങ്ങളുണ്ട്.
അങ്ങനെ മുനീശ്വരൻ കുന്നിന്റെ മറ്റൊരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹയസ്റ്റ് നീ ആ കാണുന്ന കുറച്ച് ദൂരം കൂടെ കവർ ചെയ്താല് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തും. മുനീശ്വരൻ കുന്ന് രസമാണ്, പക്ഷെ ഏർലി മോർണിംഗ്സ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിലെത്താറായിട്ടുണ്ട്. ഇങ്ങനെ 2 ദിവസം കയറിയാൽ മതി, എന്റെ വയറെല്ലാം കുറഞ്ഞ് സെറ്റ് ആയിക്കോളും. ഒന്നാമത് കയറ്റാം, പക്ഷെ കൊള്ളാം കേട്ടോ. ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഈസ് ഓൾസോ. കുറച്ചും കൂടി രാവിലെ വരണ്ടായിരുന്നു. ഇഫ് ഇറ്റ് വാസ് ഏർലി മോർണിംഗ് ടൈം then it would be the best. ആ മഞ്ഞൊക്കെയുള്ള സമയത്ത് ട്രക്ക് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഒന്നും കൂടെ വരും എന്തായാലും, രാവിലെ സൺറൈസ് കാണുന്ന രീതിയിൽ രാവിലെ എന്തായാലും ഒന്നും കൂടെ വരണം. കൂട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ, അതാകുമ്പോൾ തള്ളിക്കെറ്റുന്ന ആളാവും. ഒറ്റക്കേറിൽ മടുപ്പാ, ഒറ്റക്കേറിൽ ശരിക്കും മടുപ്പാ. അയ്യോ അയ്യോ. ഞാൻ കപ്പിൾസിന് പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പില് അവിടെ ആ മരത്തിന്റെ ചുവട്ടില് എന്തെങ്കിലും കുരുവികൾ സല്ലപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, താഴെറങ്ങി വന്നു. പിള്ളേരെ എൻജോയ് ചെയ്യട്ടെ. പണ്ട് നമ്മൾ എന്നൊരു പോലെ സല്ലപിക്കാൻ പോയതായിരുന്നല്ലേ ഒരു കാലം, എന്തൊക്കെയൊരു കാലം. വളരെ മനോഹരമാണ് മുനീശ്വരൻ കുന്ന്. അത് ഞാൻ പറഞ്ഞ പോലെ പകൽ സമയങ്ങളിൽ വരുവാണെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ഒരു 7 മണിക്കൊക്കെ നമ്മളിവിടെ എത്തുകയാണെങ്കിൽ നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്കിതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിത് മൈൻഡപ്പ് ചെയ്യുവാണ്. സോ നല്ലൊരു റൈഡായിരുന്നു. മുനീശ്വരൻ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിലും ചെറുതായിട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതും വരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ അടിപൊളി കണ്ടൻസ് ഇനിയും പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.